അതാരാത് ഇന്ന് പോയി. അസ്സലാമലൈക്കും ഉസ്താദ്. വഅലൈക്കും അസ്സലാം. അപ്പൊ മോൻ ഇവിടെ ഇരിക്കേ. എന്താ മോനെ റഹീമ, കൊറേ കാലല്ലേ കണ്ടിട്ട്, എന്തെല്ലാം വിശേഷം? ഞാൻ ദുബായി പോകുന്നുണ്ടായിരുന്നു. അപ്പോ നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എനിക്ക് അറബി എന്ന് പറഞ്ഞുകൂടാലോ, അത് പഠിക്കാൻ നിങ്ങളുടെ അടുത്ത് വന്നതാ. നിങ്ങൾ പണ്ട് ദുബായിലാന്നല്ല പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് വന്നതാ. അത് നല്ല കാര്യമായിപ്പോയി. കോലം കൊണ്ട് പേടിക്കണ്ട, നമ്മൾ പഠിപ്പിച്ചല്ലേ. പഠിച്ചാൽ അറബി. നമ്മൾ 10-24 കൊല്ല ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അറബിയൊക്കെ അറിയാം. നമ്മൾ പഠിപ്പിച്ചാൽ ആ ഉസ്താദെ, ഇങ്ങനെ എനിക്ക് വിശ്വാസം തന്നെയാ. എൻ്റെ ഉപ്പ പറഞ്ഞിട്ടില്ലേ, മമ്മക്കുട്ടി ഉസ്താദിനെ കണ്ടാൽ തന്നെ മതി, അങ്ങനത്തെ നല്ല പണിയെല്ലാം ശരിയാവും, നല്ല ഹൈറും വർക്കത്തിലാവും. അതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ വന്നത്. നമ്മൾ അറബി പഠിപ്പിച്ചിട്ട് വിട്ടാല് എല്ലാവർക്കും ജോലി കിട്ടിക്കൊള്ളും, നല്ല നിലയിൽ എത്തുകയും ചെയ്യും. പിന്നല്ലേ അറബിൽ ആദ്യം അവിടെ പോയപാട് ചോദിക്കുക അസ്സലാമു അലൈക്കും. അത് എനിക്കറിഞ്ഞൂടെ. ആ ഉസ്താദ്, അതൊക്കെ നമുക്കറിയാം. സലാം നമ്മൾ മദ്രസയിൽ ആദ്യം പഠിക്കുന്നല്ല. സുഖല്ലേ ചോദിക്കും. നീ പറഞ്ഞ അൽഹംദുലില്ലാ സൈൻ. ഓക്കെ, പിന്നെ നിന്നോട് ചോദിക്കുക മാ ഇസ്മുക്കാം. ഓക്കെ, നിന്റെ പേരെന്താണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അതേപോലെ നിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. മുഹമ്മദ് റഹീം എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിന്നെ ചോദിക്കുക നീ വെയിൻ ഇൻസാ, നീ എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൽ നിന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഇതൊന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി ഇതൊക്കെ ചോദിച്ചാൽ ജോലിക്ക് എടുക്കൂ. അന്നേരം തന്നെ തിരിയില്ലേ. അപ്പൊ നിന്നോട് ചോദിക്കും ആരെനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചത്. നമ്മളെ പേര് പറഞ്ഞാൽ കേട്ടോ, മമ്മക്കുട്ടി ഉസ്താദ്. അപ്പൊ ഞാൻ പറഞ്ഞ ഉടനെ കറക്റ്റ് നീ പഠിച്ചു കേട്ടോ. 30 കൂടെ പഠിക്കണം, കറക്റ്റ് പഠിച്ചു വെച്ചാൽ മോനെ. ഉസ്താദ്, ഇതെല്ലാം ഞാൻ കറക്റ്റ് 30 പഠിക്കും. അങ്ങ് പോട്ടാ, നിങ്ങൾ ദുആ ചെയ്യട്ടാ ഇൻഷാ അല്ലാഹ്. മോന് നല്ല ഹയറായിട്ട് പോയിക്കോ, എല്ലാം അങ്ങ് റെഡിയാവും. ഉസ്താദ് പ്രാർത്ഥിക്കാം, മോൻ പോയിക്കോ. ഓക്കെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.